കാഞ്ചീപുരം വളരെ ആക്സെപ്റ്റഡ് ആണ് ഇപ്പോൾ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിന് പ്രീമിയർ. Yes, it was accepted in. It was a majorly accepted in that festival. And premiere ആയിരുന്നു അല്ലേ അവിടെ? That was a world premiere. And on invitation. It was കാഞ്ചീപുരം മാത്രമായിരുന്നു on invitation ഉള്ള ഒരൊറ്റ ഇന്ത്യൻ ഫിലിം. Then it is going to Golden Bear, Berlin. Wow. And it's going to Busan. Yeah. It is going to Palm Springs and Sundance. So ഇതിൽ എല്ലായിടത്തേക്കും ഉള്ള ഇത്രയും ഒരു റിസപ്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് ഞാനും സത്യമായ സിനിമ എടുത്തപ്പോൾ വിചാരിച്ചു. ഇപ്പോൾ ബില്ലു ബാർബർ ജസ്റ്റ് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു. ബില്ലു ബാർബറിന്റെയും ഈ കാഞ്ചീപുരത്തിന്റെ ശേഷം ഇനി അങ്ങനത്തെ ഏതെങ്കിലും പ്രോജക്ട്സ്? ഡെഫിനറ്റ്ലി സത്യമായി ഭയങ്കര ഇൻസ്പിറേഷനായി. in Toronto when I saw 1,400 foreigners from Israel, Egypt, in different places and standing and giving a 10-minute ovation, I knew that cinema does not have language. അപ്പോൾ ശരിക്കും മനസ്സിലാക്കിയത് യൂണിവേഴ്സലാണ്. സോ ഐ എം വെരി മച്ച് ഇൻസ്പയർഡ്. ഐ മീൻ ഇറ്റ്സ് എ ബിഗ് ഇൻസ്പിറേഷൻ ആക്ച്വലി. മലയാളത്തിൽ എന്തെങ്കിലും മനസ്സിൽ? ഇല്ല, ഞാൻ മലയാളത്തിൽ ഒരു നല്ല തീരുമാനം എടുത്തു. MT സാറ് സ്ക്രിപ്റ്റ് എഴുതാതെ സിനിമ എടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ തന്നെ പണ്ട് പപ്പേട്ടൻ്റെ അടുത്ത് പത്മനാഭൻ്റെ ഒരു കഥ എഴുതാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എഴുതാം എന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം ആര്യൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ വരികൾ അതൊക്കെയാണ്. അത് മാസ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പറയുന്ന സീൻ പ്രിയനായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് കഥ എഴുതില്ല. കാര്യം ആകെപ്പാടെ പേരെടുത്ത് എഴുതാനുള്ള കഴിവുള്ളവർ പോലും ഇതിന് ബാക്കിയുള്ളവരുടെ പുറകെ കിടക്കുകയാണെങ്കിൽ അല്ലാത്തവർക്ക് ചെയ്യാം. സോ തന്നെത്താൻ എഴുതി നന്നായാൽ മതി. സോ ആക്ച്വലി അതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഡെഫിനറ്റ്ലി. എന്നെ ഏറ്റവും അധികം അതായത് മലയാള ഭാഷയുടെ ഭംഗി ഞാൻ പഠിച്ചത് ശരിക്കും നമ്മൾ MT സാറിൻ്റെ വരികളിൽ കൂടെയാണ്. അതായത് ഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഐ ഓൾവേസ് നോട്ടീസ്ഡ് എ സ്ട്രോങ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൈറ്റേഴ്സ് ഓഫ് നോർത്ത് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് സൗത്ത്. റൈറ്റേഴ്സ് ഓഫ് സൗത്ത് വെർ മോർ അറ്റാക്കിംഗ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് നോർത്ത് വെർ മോർ റൊമാൻറ്റിക്. കേരളത്തിൽ തന്നെ ആ ഡിവിഷൻ വളരെ ക്ലിയർ ആയിരുന്നു. രണ്ടുപേരുടെ അപ്രോച്ചസിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ എനിക്കെപ്പോഴും അതുകൊണ്ട് ഭംഗി ഭാഷയുടെ ഭംഗിയും റൊമാൻസും എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത് നോർത്തേൺ റൈറ്റിങ്സിലാണ്. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഐ വിൽ ഡു എ ഫിലിം. മലയാളത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രത്യേകിച്ച് കോമഡി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റ്കോം അല്ലെങ്കിൽ സെറ്റാറിക്കൽ അങ്ങനത്തെ ഒരു പടങ്ങളേ ഇല്ല. ഒരു സോഷ്യൽ ക്രിറ്റിസിസം ഉള്ള ഹ്യൂമർ ഉള്ള പടങ്ങളില്ല. ആകെ ഒരു ശ്രീനിവാസനും സത്യനന്ദിക്കാടുണ്ട്. ബാക്കി ആരും അങ്ങനെയുള്ള സിനിമ കഴിച്ചാൽ വളരെ ശരിയാണ്. ഇപ്പോൾ വെള്ളാനങ്ങളുടെ നാട് പോലുള്ള സിനിമകൾ ഞാൻ എടുത്തപ്പോൾ സോഷ്യൽ ക്രിറ്റിസിസം ഇൻസൈഡ് ആ സന്ദേശം അങ്ങനെയുള്ള സിനിമകളൊന്നും ഇല്ല. പാരലൽ സിനിമ പൊതുവെ നശിച്ചിരിക്കുന്ന മലയാളത്തിൽ. മിമിക്രി വളരെ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ കാണാനും പണ്ട് തൊട്ടേ കൊച്ചിയിലെ തൊട്ടില്ല മിമിക്രിയുടെ ഇൻഫ്ലുവൻസ് സിനിമയിൽ കയറിയിട്ട് അത് പിന്നീട് സിനിമയുടെ സ്റ്റാൻഡേർഡിനെ മലയാള സിനിമയുടെ സ്റ്റാൻഡേർഡിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അതായത് അതേസമയം ഓഡിയൻസ് അങ്ങനെ ട്യൂൺഡു ആയി. ഓക്കെ, എവ്രി മാൻ ഹാസ് ഗോട്ട് എ ചൈൽഡ് ഇൻ ഹിസ് ഹാർട്ട്. ആ ചൈൽഡ്, ഈവൻ ഐ ഹാവ് എ ചൈൽഡ് ഇൻ മൈ, സോ മൈ ചൈൽഡ് ഇൻ മൈ ഹാർട്ടാണ് എന്നെ കൊണ്ട് ചില ഈ കോമഡി സിനിമകൾ എടുപ്പിച്ചത്. അത് എൻജോയ് ചെയ്യുന്നതും കുട്ടികളാണ്. ഞാൻ പറയാം എൻ്റെ കൂടുതൽ സിനിമകളും ബുദ്ധിയുള്ളവർക്ക് കാണാനുള്ളതല്ല, കുട്ടികൾക്ക് കാണാനുള്ളതാണ്. എന്ന് വെച്ചാൽ it is meant for, it's like a Moosabhai film I compared to Tom and Jerry. ഞാൻ കൂടുതലും സിറ്റുവേഷൻസിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, ഡയലോഗ്സിനെ ഞാൻ അധികം ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. സോ നൗ പീപ്പിൾ ആർ ഡിപ്പെൻഡിങ് മോർ ഓൺ ഡയലോഗ്സ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ ഏകദേശം സ്കൂൾ ഡ്രാമയുടെ ലെവലിലേക്ക് ഇറങ്ങിപ്പോകുന്നു. വേറെ എല്ലാ ഇൻഡസ്ട്രി നോക്കിയാലും അവിടുത്തെ എല്ലാ സൂപ്പർ സ്റ്റാർസ് ഒക്കെ കൊല്ലത്തിൽ ഒരു സിനിമ എന്നുള്ള ലെവലിലേക്ക് മാറി തുടങ്ങി. നമ്മുടെ സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ചിന്തിക്കേണ്ട സമയമുണ്ടോ? ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനകത്ത് ചെറിയൊരു കുഴപ്പമുണ്ട്. ഇൻഡസ്ട്രി ബാധിക്കില്ല അവർ രണ്ടുപേരും ഇല്ല? അതല്ല ബേസിക് റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു ഏരിയ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മലയാള സിനിമ വളരെ ചെറുതാണ്. ഒരു സൂപ്പർ സ്റ്റാർ ആയാലും ഡെഫിനറ്റ് ആയാലും അയാൾക്കും ഒരു മിനിമം ഇൻകവും മിനിമം സ്റ്റാറ്റസിൽ ജീവിക്കേണ്ടതുണ്ട്. സോ നാച്ചുറലി ദേ ഓൾസോ നീഡ് മണി, ദേ ഓൾസോ നീഡ് ടു മെയിൻറ്റെയിൻ ദെയർ സ്റ്റാറ്റസ് ആൻഡ് ദേ ഇപ്പം രജനീകാന്ത് ഒരു സിനിമ ഒരു വർഷത്തിൽ അഭിനയിക്കുന്ന പോലെ ഒരിക്കലും മമ്മൂട്ടിക്ക് മോഹൻലാലും ചെയ്യാൻ പറ്റില്ല. ദേ ഹാവ് ടു ആക്ട് അറ്റ്ലീസ്റ്റ് 3 ഫിലിംസ്. പക്ഷേ ഒറ്റ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇഫ് ദേ ഹാവ് ടു സർവൈവ് ലോങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഗെറ്റ് ബെറ്റർ സ്ക്രിപ്റ്റ്സ്. അവർ ചൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാനൊരിക്കലും ലാലിനോട് ചോദിച്ചു എന്താ ലാൽ ഇങ്ങനെ ചെയ്യുന്നു ചോദിച്ചപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്ത് നീ ഒരു സിനിമ എടുക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നല്ല സ്ക്രിപ്റ്റ് ആളുകളുടെ അടുത്ത് കൊണ്ടുവരാൻ പറ. 10 സ്ക്രിപ്റ്റ് എനിക്ക് വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റെങ്കിലും എടുത്തില്ലെങ്കിൽ
ഞാനൊരു വർഷം വെറുതെ ഇരിക്കണം. ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? അല്ല. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം. കാര്യം വെച്ചാൽ എനിക്ക് മെയിനായിട്ട് തോന്നിയിരിക്കുന്നത് ഇന്നത്തെ ഫിലിം മേക്കേഴ്സ് ബേസിക്കലി ആർ നോട്ട് റീഡിങ്. മണിച്ചിത്ര താഴ്വ ചെയ്ത് പിന്നെ ചന്ദ്രമുഖി, അതിനുശേഷം വന്നു ബുൽബുലയ്യ. കഥ പറയുമ്പോൾ കുസേലൻ, ഇപ്പോൾ ബില്ലു ബാർബർ. ഹൗ ഡിഫറെൻറ്റ് ഇസ് ബില്ലു ബാർബർ? ബില്ലു ബാർബർ ഹാസ് നത്തിങ് ടു ഡു ആക്ച്വലി ദ സ്ക്രീൻ പ്ലേ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് കഥ പറയുമ്പോൾ ഓർ ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് കുസേലൻ. ഐ ഹാവ് മെയ്ഡ് മൈ ഓൺ സ്ക്രീൻ പ്ലേ. കാര്യം അതിനകത്ത് രണ്ട് ചലഞ്ചാണ് എപ്പോഴും എല്ലാ റീമേക്സിലും. ഇഫ് യു സീ ഓൾ മൈ റീമേക്സ്, 95% of the remakes in Hindi are flops. I can proudly say I am the only successful person who has done remakes. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരു റീമേക്ക് എന്ന് പറഞ്ഞാൽ സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ ആദ്യം, അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് സംഭവം പറഞ്ഞില്ല, ഒരു നല്ല പ്ലോട്ട് ഇപ്പോൾ കാണുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴെന്ന് സിനിമ എടുക്കുമ്പോൾ ഞാനും അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ഡയറക്ടറായിരുന്നു. എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത്, എനിക്കൊരു സംഭവം മാത്രം തോന്നിയിരുന്നു, ഇത് അതൊരു ഗ്രേറ്റ് സ്ക്രിപ്റ്റാണ്, ഫാസ്റ്റിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്ന സിനിമ എടുത്തത്. പക്ഷേ എനിക്ക് തോന്നിയത് ഇത് എടുക്കേണ്ട രീതിയിലല്ല എടുക്കുന്നതെന്ന് എൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ബുൽബുലയെ എടുത്തപ്പോൾ കവറപ്പ് ചെയ്തത്. കാരണം ഐ വാണ്ടഡ് എ ബിഗർ, അല്ല പാലസ്, ബിഗർ എന്താ പറയുന്നത്, ക്യാൻവാസ്, പിന്നെ മോർ ലോജിക്കൽ ഓൺ ദ തിങ്. അപ്പം അങ്ങനെയുള്ള ചില സംഭവങ്ങൾ, ഫ്രെയിംസ് ടു ബി, അതായത് ഒരു ഇന്ത്യൻ ഫീൽ, ഇന്ത്യൻ ടെമ്പിൾ ഫീല്, കാശി പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് സെറ്റ് ചെയ്തത്, നമ്മുടെ ബിലീവ്സ്. സോ ഐ saw the film in different perspective. ഫാസിൽ കണ്ട പെർസ്പെക്റ്റീവിലല്ല ഞാൻ ആ സിനിമ കണ്ടത്. സോ ഓരോ സംവിധായകനും ഓരോ കഥയെ ഓരോ രീതിയിലാണ് കാണുന്നത്. അത് ഓളവും തീരവും എന്ന് പറഞ്ഞ സ്ക്രീൻ പ്ലേ വായിച്ചിട്ട് എൻ്റെ ഡ്രീം സ്ക്രീൻ പ്ലേ, ഞാൻ കല്ലായിപ്പുഴ സ്വപ്നം കണ്ടിരുന്നു. കല്ലായിപ്പുഴ ഞാൻ പിന്നീട് കല്ലായിപ്പുഴ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ആയി. ഇങ്ങനെ അല്ല ഞാൻ കല. സോ ഐ ഹാഡ് എ വിഷൻ. എന്നിട്ട് ഓളവും തീരുന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ ഡിസപ്പോയിന്റ് ആയിപ്പോയി. കാര്യം വെച്ചാൽ എൻ്റെ മനസ്സിലതിനൊരു വേറൊരു ഭംഗിയും വേറൊരു ഇതായിരുന്നു. അതേ, ഞാൻ പി എൻ മേനോൻ സാറ് ഒരു ഗുരുവാണ് എൻ്റെ. ഞാൻ പറയുന്നത് വിഷൻ മാറും. അത് ഡെഫിനറ്റ് ആയിട്ട് ഒരു പുസ്തകം വായിച്ച ശേഷം ഒരു സിനിമയും എനിക്കത് ഇംപ്രസ് ആയിട്ട് തോന്നിയിട്ടില്ല. സോ വെൻ റീഡിങ് നിന്ന് പോകുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് ഇമാജിനേഷനാണ്. സോ ദാറ്റ് ഈസ് ദ മേജർ പ്രോബ്ലം ഓഫ് മെനി ഓഫ് അവർ യങ് ഡയറക്ടേഴ്സ്. I think they have not read enough. They have only followed the previous filmmakers.